തൃത്വസ്തുതി. തൃത്വസ്തുതി എല്ലാ ക്രൈസ്തവ ധ്യാനത്തിൻ്റെയും ലക്ഷ്യമാണ്. എന്തെന്നാൽ ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവിനാൽ പിതാവിങ്കിലേക്ക് നമ്മെ നയിക്കുന്ന മാർഗം. നാം ആ മാർഗത്തിലൂടെ അവസാനം വരെ സഞ്ചരിച്ചാൽ എല്ലാ സ്തുതിയും ആരാധനയും നന്ദിയും അർഹിക്കുന്ന 3 ദൈവിക വ്യക്തികളുടെ രഹസ്യത്തെ നാം വീണ്ടും വീണ്ടും കണ്ടെത്തും. ധ്യാനത്തിൻ്റെ ഉന്നത കേന്ദ്രമായ തൃത്വസ്തുതിക്ക് കൊന്ത നമസ്കാരത്തിൽ തക്ക പ്രാധാന്യം കൊടുക്കുകയെന്നത് സുപ്രധാനമായ കാര്യമാണ്. പൊതുവായി നമസ്കരിക്കുമ്പോൾ അത് പാടാവുന്നതാണ്. സകല ക്രൈസ്തവ പ്രാർത്ഥനകളുടെയും സത്താപരമായ ത്രിത്വാത്മക ഘടനയ്ക്ക് ശരിയായ ഊന്നൽ നൽകുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ അപ്രകാരം ചെയ്യാവുന്നതാണ്. രഹസ്യത്തെക്കുറിച്ചുള്ള ധ്യാനം ശ്രദ്ധാപൂർവകവും അഗാധവുമായിരിക്കണം. നന്മ നിറഞ്ഞ മറിയം എന്ന ഒരു ജപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ക്രിസ്തുവിനോടും മറിയത്തോടുമുള്ള സ്നേഹത്തിൽ അത് ജീവിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ ഓരോ ദശകത്തിൻ്റെയും അവസാനത്തിലുള്ള തൃത്വസ്തുതി അലക്ഷ്യമായ ഒരു ഉപസംഹാരമായിരിക്കാതെ അതിൻ്റെ ശരിയായ ധ്യാനാത്മക ഭാവം സ്വീകരിക്കുന്നു. മനസ്സിനെ അത് സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലേക്കെന്ന പോലെ ഉയർത്തുന്നു. ഒരു പ്രത്യേക വിധത്തിൽ താബോറിലെ അനുഭവം നേടാൻ നമ്മെ ശക്തരാക്കുന്നു. ഇനിയും വരാനിരിക്കുന്ന ധ്യാനത്തിൻ്റെ മുന്നാസ്വാദനമാണത്. നമ്മൾ ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ലൂക്ക 9-ാം അധ്യായം 33-ാം വാക്യം.